റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാന ഘട്ടത്തിലേക്കാണോ എന്ന് സംശയിക്കുന്നു. ആ രീതിയിലുള്ള വലിയ കടുത്ത പോരാട്ടമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒരു 2 ആഴ്ച മുമ്പായിരുന്നു യുക്രൈൻ്റെ വലിയ ആക്രമണം ഉണ്ടാകുന്നു. റഷ്യയുടെ 40-ലധികം യുദ്ധവിമാനങ്ങളാണ് തകർക്കുന്നത്. 42-ലധികം. ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? അത് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ ഉക്രൈൻ, കാരണം ഈ 2.5 വർഷത്തിലധികം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഏറ്റവും കടുത്ത പോരാട്ടം ഇപ്പോഴാണ് കാണുന്നത്. അതെ, കാരണം തുടക്കത്തിലൊക്കെ റഷ്യ ഈ പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിക്കുന്നത് പോലെ ഉക്രൈനെ ഇട്ട് തട്ടിക്കളിക്കുകയായിരുന്നു. അത് ഈ അടുത്ത കാലത്താണ് അത് കുറെ കൂടെ മാരകമായത്. മുറിവേൽപ്പിക്കാനും അതുപോലെ എന്താ പറയുക, ജീവൻ ആപത്ത് വരുത്താനും ഒക്കെ ഉള്ള ശ്രമം ആരംഭിച്ചത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഉക്രൈനും അതിശക്തമായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ റഷ്യയിലെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുകയും കനത്ത നാശമുണ്ടാക്കുകയും ചെയ്തു. 42 യുദ്ധവിമാനങ്ങൾ, പോർ വിമാനങ്ങൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ്, അല്ലെങ്കിൽ എത്ര കോടി ഡോളറിൻ്റെ നഷ്ടമാണ് വരുത്തുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കും. അതും നിസ്സാരമായിട്ട് ഡ്രോൺ പറത്തിവിട്ട് ആ ഡ്രോൺ ഉപയോഗിച്ച് സ്ഫോടകവസ്തുക്കൾ വിക്ഷേപിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉക്രൈൻ. നിരവധി ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ സംഘർഷം അവസാനിപ്പിക്കാൻ പല ചർച്ചകൾ പല രാജ്യങ്ങളും ഇടപെട്ടു. നമുക്കറിയാം, ട്രംപ് തന്നെ അധികാരത്തിൽ, അതായത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് ഞാൻ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുക, അതിന് മുൻകൈ എടുക്കുമെന്നാണ്. പക്ഷേ ട്രംപ് വന്നിട്ടും ഫലമൊന്നുമില്ല. ട്രംപ് പരമാവധി റഷ്യയ്ക്ക് വേണ്ടി സെലൻസ്കിയെ വിരട്ടി ഒതുക്കാമെന്ന് നോക്കി. പക്ഷേ എന്നിട്ടും അത് നടന്നില്ല. കാരണം അമേരിക്കയാണ് ഈ യുദ്ധം ഒരർത്ഥത്തിൽ, ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം അമേരിക്കയാണെന്ന് പറയാം. കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം ഉക്രൈനെ വഴിവിട്ട് സഹായിക്കുകയും ആയുധങ്ങൾ കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും പണം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അവർ റഷ്യയ്ക്ക് നേരെ ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ അവർ സജ്ജരായത്. അമേരിക്കയ്ക്ക് അതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട്. അത് ഈ ഉക്രൈനിലെ വിഭവങ്ങളാണ്, അവിടുത്തെ ധാതു സമ്പത്തും മറ്റുമൊക്കെ. അതിലാണ് അമേരിക്കയുടെ കണ്ണ്. നമുക്കറിയാമല്ലോ, അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു കച്ചവട തന്ത്രം മാത്രമായിരിക്കും. അല്ലാതെ അമേരിക്കയോടല്ലാതെ മറ്റാരോടും ആത്മാർത്ഥമായ സ്നേഹമില്ല. ലോകത്തെ മുഴുവനും ഒന്നായി കാണാനുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടൊന്നും അമേരിക്കയ്ക്കില്ല. അമേരിക്കയ്ക്കല്ല, പല ലോകരാജ്യങ്ങൾക്കും അതില്ല. അതാണ് സത്യം. ഇവിടെ പക്ഷേ ഉക്രൈൻ എന്ത് ചെയ്തു? ഈ റഷ്യയുമായിട്ട് നിരന്തരം വാക്കുതർക്കങ്ങളും, നമുക്കറിയാം USSR തകർന്ന്, പണ്ട് USSRൻ്റെ ഭാഗമായിരുന്നതാണ് ഇതൊക്കെ. അത് തകർന്ന് പല കഷ്ണങ്ങളായി. അതിൽ റഷ്യ ഒരു വലിയ കഷ്ണമാണ്. റഷ്യയുടെ കൈവശമാണ് ഈ ആണവ ബോംബടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത്. ബാക്കി ചെറിയ പ്രവിശ്യകളൊക്കെ USSRലുണ്ടായിരുന്ന പ്രവിശ്യകൾ തെറ്റി ഓരോ രാജ്യങ്ങളായി മാറി. ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവരും റഷ്യയുമായിട്ട് നിരന്തരം പലരും സംഘർഷത്തിലാണ്. ഈ ഉക്രൈൻ ശരിക്കും യൂറോപ്യൻ യൂണിയനിൽ വരുന്ന യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടാണ് ഉക്രൈൻ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ അവർ നാറ്റോ സഖ്യരാഷ്ട്രമായിട്ടില്ല. നാറ്റോ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇവരെ പെടുത്തിയിട്ടില്ല. അങ്ങനെ പെടുത്തിയിരുന്നെങ്കിൽ റഷ്യയ്ക്ക് ഇവരെ ഇത്രയും ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പെടുത്താത്തിടത്തോളം കാലം റഷ്യ ഇങ്ങനെ ഈ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്ന പോലെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ സംഭവിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കുന്ന ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു പരിധിവരെ ഇപ്പോൾ ഹമാസുമായി ചർച്ച നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ യുദ്ധം മാത്രം ഇങ്ങനെ നീണ്ടുപോകുന്നത്? അല്ല, അത് അമേരിക്കയ്ക്ക് റഷ്യയെ മൂക്കുകയറിട്ട് നിർത്താനുള്ള അമേരിക്കൻ താല്പര്യങ്ങളാണ് അതിൻ്റെ പുറകിൽ. അതിനവർ ഉക്രൈനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തന്നെ നോക്കൂ, അമേരിക്ക നടത്തുന്ന ഒരു നിഴൽ യുദ്ധം തന്നെയാണ് ഈ ഉക്രൈൻ റഷ്യ വാറെന്നും പറയേണ്ടിയിരിക്കുന്നു ഒരർത്ഥത്തിൽ. അവർ തമ്മിൽ വേറെ പല പ്രശ്നങ്ങളുമുണ്ട്, ഉക്രൈൻ റഷ്യ. ഇപ്പോൾ നമുക്ക് അറിയാം, ലോകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ പാക് ഒക്കുപൈഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു. കാശ്മീരിലേക്ക് ഭീകരരെ പരിശീലിപ്പിച്ച് നുഴഞ്ഞു കയറ്റി വിടുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇവിടെ അമേരിക്ക ഏകപക്ഷീയമായിട്ട് രഹസ്യമായി പാകിസ്ഥാനെ സഹായിക്കുകയാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇന്ത്യ പാക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല എന്നാണ്. അമേരിക്കയ്ക്ക് അതിനകത്ത് ഇടപെടാതിരിക്കാം, അല്ലെങ്കിൽ ഇടപെട്ട് രമ്യമായിട്ട് പരിഹരിക്കാൻ ചർച്ചകൾ നടത്തി രണ്ടുപേരെയും ആരുടെ ഭാഗത്താണോ ശരി അവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന് മറ്റേ ആളിനെ പറഞ്ഞ് ചർച്ചയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി രമ്യമായിട്ട് പരിഹരിക്കാം. നോക്കൂ, അതല്ല ചെയ്യുന്നത്. ഒരു വശത്ത് വലിയ വായിൽ വർത്തമാനമൊക്കെ പറയും, മറുവശത്ത് അടിയിൽ കൂടെ
പാകിസ്ഥാന് ആയുധങ്ങളും അർത്ഥവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും, പണവും ഒക്കെ കൊടുത്ത് സഹായിക്കും. ഇതൊക്കെ തന്നെയാണ് ഉക്രൈൻ്റെ അടുത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യയോട് വലിയ വായിൽ വർത്തമാനം പറയും, പക്ഷേ ഉക്രൈൻ ഈ പറഞ്ഞതുപോലെ കുറേശ്ശെ ആയുധങ്ങളും പണവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും റഷ്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഇത്തവണ SU-34, SU-35S തുടങ്ങിയ വിമാനങ്ങളെ ആണ് നശിപ്പിച്ചിരിക്കുന്നത്. അത് എത്ര എണ്ണമാണ് നശിപ്പിച്ചതെന്നുള്ള കണക്കിപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇങ്ങനത്തെ പോർവിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വ്യോമ കേന്ദ്രങ്ങളാണ് ആക്രമിച്ച് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. റഷ്യ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇത് ഉക്രൈൻ സേന പറയുന്നതനുസരിച്ചാണെങ്കിൽ വൊറോനേഷ് മേഖലയിലെ ബൊറിസ്ഗ്ലബ്സ്ക് വ്യോമതാവളമാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ റഷ്യൻ പേരുകൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നിരവധി ഈ SU-34, SU-35S എന്ന് പറയുന്ന ഒരു ഏതാണ്ട് 4ാം തലമുറ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ, സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് അത് എത്ര പോർവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടോ അത്രയും റഷ്യയ്ക്ക് പക വർദ്ധിക്കും. ആ റഷ്യ മാരകമായിട്ടായിരിക്കും ഇനി അടിക്കാൻ പോകുന്നത്. റഷ്യ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത് ഈ പുടിൻ ഒരു പഴയ പട്ടാളക്കാരനാണ്, മിലിറ്ററിയിൽ ക്യാപ്റ്റനായിരുന്ന ആളാണ്. അയാൾക്ക് മുന്നും പിന്നും നോക്കില്ല. ഈ പട്ടാളക്കാരുടെ ഒരു സ്വഭാവം അതാണ്. അവരെ സംബന്ധിച്ച് സന്ധി സംഭാഷണമൊന്നുമില്ല. അടിക്കുക, തിരിച്ചടിക്കുക, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര. അതാണ് പട്ടാളക്കാരുടെ നയം. അങ്ങനെയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ ചെയ്യുള്ളൂ. അതാണ് അവർ ചെയ്യേണ്ട, അവരുടെ ധർമ്മം അതാണ്. ഇവിടെ റഷ്യ ആക്രമിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ റഷ്യ കടക്കും എന്നാണ്. മാത്രമല്ല ഉത്തര കൊറിയയും ചൈനയും ഒക്കെ ഈ കാര്യത്തിൽ റഷ്യയെ സഹായിക്കുന്നുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, രണ്ടു കൂട്ടരോടും മമത കാണിക്കുന്നില്ലെങ്കിലും ഇന്ത്യ പലതരത്തിലും റഷ്യയ്ക്ക് പരോക്ഷമായ സഹായം ചെയ്യുന്നുണ്ട്. അവിടുന്ന് ക്രൂഡ് ഓയിലൊക്കെ വാങ്ങുന്നു, കച്ചവടം നടക്കുന്നു, റഷ്യയ്ക്ക് അതിനനുസരിച്ച് വരുമാനം കിട്ടുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മാത്രമല്ല, ഒരു ഏഷ്യൻ രാജ്യമാണ് റഷ്യ. എല്ലാ കാലത്തും ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദത്തിൽ തുടർന്ന രാജ്യമാണ്. പല സന്നിഗ്ധ ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് ചില്ലറ ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും നമ്മുടെ അങ്ങേയറ്റത്തെ സൗഹൃദം നമ്മളോട് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതാണ്, അങ്ങനെയുള്ള രാജ്യത്തിന് ഇത്രയും വലിയ തിരിച്ചടി നൽകാൻ ഈ കുഞ്ഞു രാജ്യത്തിന് എങ്ങനെ കഴിയുന്നുണ്ട്? എന്തെങ്കിലും സഹായം ലഭിച്ചാലും അതിനെല്ലാം ഒരു പരിധിയില്ലേ? പോരാടുമ്പോൾ ഈ രാജ്യം തന്നെ മുന്നിൽ നിന്ന് പോരാടണമല്ലോ. അതായത് ഉക്രൈനെ സംബന്ധിച്ച് എന്തും ചെയ്യാം, റഷ്യയ്ക്ക് അങ്ങനെ തിരിച്ച് ചെയ്യാൻ സാധിക്കില്ല. റഷ്യ പലരോടും കമ്മിറ്റഡാണ്. റഷ്യ ഒരു വലിയ രാഷ്ട്രമാണ്. അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നോക്കൂ, ഇപ്പോൾ UN എത്തിയാൽ സെക്യൂരിറ്റി കൗൺസിലിൽ വോട്ടവകാശമുള്ള വീറ്റോ പവറുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. ആ റഷ്യ പെട്ടെന്ന് അങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു സൈനിക നീക്കം അങ്ങനെ നടത്താൻ സാധിക്കില്ല. റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഒന്നും അങ്ങനെ എളുപ്പത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഉക്രൈനിന് അങ്ങനത്തെ ബാധ്യതകളൊന്നുമില്ല. ഉക്രൈനെ സംബന്ധിച്ച് ഉക്രൈൻ ഒരു കൊച്ചു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ആരുടെ മുന്നിലും കരഞ്ഞു കൂവി നിൽക്കാൻ പറ്റും. അയ്യോ ഞങ്ങളെ അടിച്ചേ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചു. അങ്ങനെയാണല്ലോ. ഈ ഒരു കരുത്തനായ ഒരാളിനെ ദുർബലനായ ഒരാൾ അടിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഈ ദുർബലൻ്റെ ഭാഗം ചെയ്തു, അയ്യോ തിരിച്ചു വേണ്ട, നീ അടിച്ച് അവൻ ചത്തുപോകും എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഈ ബലവാനെ പിന്തിരിപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ? അതേ ന്യായം തന്നെ ഇവിടെയും. റഷ്യ ബലവാനാണ്, ഉക്രൈൻ ദുർബലനാണ്. ഈ ദുർബലന് അങ്ങോട്ട് കയറി ചൊറിയാം. തിരിച്ച് റഷ്യ ചൊറിച്ചിലല്ല, മാന്തി പുണ്ണാക്കി വിടും. അത് റഷ്യ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ കനത്ത ആക്രമണമൊന്നും ഉക്രൈനിന് നേർക്ക് നടന്നിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ നടക്കാൻ വലിയ സാധ്യതകളുണ്ട്. ഇത് ആദ്യത്തെ അല്ല, രണ്ടാമത്തെ തവണയാണ് വിമാനത്താവളങ്ങൾ, വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. അത് റഷ്യക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളത് വ്യക്തമാണ്. ഈ നേരത്തെ 42 വിമാനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ ഇനി എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള കണക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.